ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഞണ്ടിറുക്കി വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ കൂടി ഫ്രണ്ടിലോട്ട് പോന്നാൽ മതി. അതിൻ്റെ വ്യൂ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാണ് എടുക്കുന്നത്. താഴത്തോട്ട് അങ്ങനെ അവിടെ പോകുന്നുണ്ട് നമ്മുടെ വണ്ടി. ഇതിങ്ങനെയാണ് വെള്ളച്ചാട്ടം. ഇത് കാണുമ്പോൾ ഒന്നും തോന്നൂലെങ്കിലും അടുത്തൊരു വ്യൂ വരുമ്പോൾ നല്ല രസമായിട്ട് നിങ്ങൾക്ക് തോന്നും കേട്ടോ. കണ്ടോ ആ വ്യൂ ഉണ്ടോ? മുകളിലോട്ട് ഈ സൈഡിൽ കൂടി ഇങ്ങനെയാണ് കയറി പോകാം. വഴിയെ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ എന്തായാലും അങ്ങോട്ട് കയറിയിട്ട് അവിടുത്തെ മുകളിലുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. മഴക്കാലത്ത് നല്ല സൂപ്പർ വ്യൂ ആയിരിക്കും, നല്ല വൈബായിരിക്കുള്ളൂ ഇവിടെ. ഇതൊക്കെ അത്യാവശ്യം നിന്ന് ജസ്റ്റ് കുളിക്കാനും കൈയും കാലൊക്കെ കഴുകാനൊക്കെ പറ്റും. ഇവിടെയും മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹം വന്നിട്ടുണ്ട്. പക്ഷേ നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ വിസിറ്റേഴ്സ് വന്നിട്ട് ചെയ്തേക്കുന്നതെന്ന്. ഇവിടേക്ക് ഇരിക്കുകയാണോ, നല്ല സുഖമുണ്ടോ? പയ്യെ നോക്കി കണ്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അവിടേക്ക് എന്ന് വേണമെങ്കിൽ ആരും കാണാണ്ട് വേണമെങ്കിൽ ഒന്ന് കുളിക്കാം. ഞാനെന്തായാലും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല. രണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. മിക്കവാറും ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടെന്നാണ് തോന്നണത്. സാഹസം കാണിക്കാൻ പോണ്. ബാലൻസ് അടിപൊളി. ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണ് ഈ കെ ജോസഫ്. അങ്ങനെ അപ്പുറത്തെത്തി രണ്ടുപേരും കൂടി. അപ്പൊ ഗൈസ്, ഞാൻ ഒന്ന് മുകളിലോട്ട് കയറി നോക്കുകയാണ്. ഇതിൽ കയറാൻ പറ്റും. അപ്പുറത്ത് വഴിയായിരിക്കും മിക്കവാറും കയറാൻ പറ്റുമെന്നാണ് തോന്നണത്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട വാട്ടർഫോൾസിനെക്കാളും കുറച്ചും കൂടിയും ബെറ്റർ ഇവിടെയാണ് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് അങ്ങനെ ഈ സ്റ്റീപ്പായിട്ടാണ് കയറി മുകളിലോട്ടൊക്കെ പോയിട്ടൊക്കെ വരാം, സാഹസം കാണിക്കാമെന്നുള്ളവർക്കൊക്കെ. അതിന് നല്ല വൈബാണ് ഇവിടെ, അടിപൊളി. ഇവിടെ വരെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അപ്പുറത്തെ കൂടിയാണ് നമുക്ക് മറ്റേ മുകളിലെ വാട്ടർഫോൾസിനെ കൂടി കയറാൻ പറ്റുള്ളൂ. രണ്ട് സൈഡിൽ കൂടി നമുക്ക് കയറിപ്പോകാനുള്ള വഴിയുണ്ട്. ഇവിടെ നല്ല സെറ്റാണല്ലോ, ഒന്നും പറയാനില്ല. ഇതിലിറങ്ങാം കേട്ടോ. നമുക്ക് ഇറങ്ങി നമുക്ക് ഈ സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് പോവാം. നല്ല വൈബ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. വാവ്, എന്താ രസം. എവിടെ കുപ്പികളൊക്കെ കൊണ്ടു ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ വെള്ളമടിച്ച കുപ്പിയും കാര്യങ്ങളൊക്കെ. അടിപൊളി. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറാനൊന്നും പറ്റില്ല, നല്ല പണി. അതാ എനിക്ക് തോന്നണത് ഈ വഴി കൂടി ഇങ്ങനെ കയറി വരേണ്ടി വരും അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ. അടിപൊളി വൈബല്ലേ. ഇനി നമുക്ക് അപ്പുറത്തെ വെള്ളച്ചാട്ടമില്ലേ നല്ല ഹൈറ്റിൽ കണ്ടത്, അതിലോട്ട് ഒന്ന് എത്താൻ പറ്റുമോ നോക്കട്ടെ. റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ അതിലിറങ്ങി വന്നിട്ട് അങ്ങനെ അവിടെ പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ മുകളിലോട്ട് കയറാനുള്ള പോക്കിലാണ്. എത്താൻ പറ്റുമോ നോക്കട്ടെ. മഴക്കാലത്തൊക്കെ നല്ല രസമായിരിക്കും. ഇതിൽ കൂടെയൊക്കെ വെള്ളം അടിച്ച് അമർത്തി തന്നെ കാണുമ്പോൾ തിമിർത്തായിരിക്കും വെള്ളം വന്നതില്ല. അത്രയും മുകളിൽ നിന്ന് വീഴുമ്പോഴത്തെ ഫോഴ്സ് എന്തായാലും നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഈ സമയത്ത് കാണുമ്പോഴത്തെ തന്നെ വെച്ച് മഴക്കാലത്ത് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ കൈവരിയൊക്കെ കിട്ടിയണത് അതുകൊണ്ടാണ്. അധികം ആരും അറിഞ്ഞു തുടങ്ങിയിട്ടില്ല എന്ന് തോന്നിട്ട് ഇവിടെയൊക്കെ. ഒരാൾക്കാരും ഇല്ല ഇവിടെ ഞങ്ങളിപ്പോൾ വന്നിട്ട് ഈ രണ്ട് സ്ഥലത്തും. ഇനി മൂന്നാമത്തെ സ്ഥലത്ത് പോകുന്നത് വ്യൂ പോയിൻ്റാണ്. അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അവിടെ വെയിലായതുകൊണ്ട് ഞാൻ കിതച്ചു തുടങ്ങി കയറ്റം കയറിയിട്ട്. കുപ്പികളൊക്കെ തേച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വെയിലായതുകൊണ്ടേ വാട്ടർഫോൾസിൽ വെയിൽ കുറവായിരിക്കും എന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നത്. ഇപ്പോൾ കുറച്ച് തണലൊക്കെ ഉണ്ട്, ചില സ്ഥലത്ത് മാത്രമേ വെയിലുള്ളൂ. നല്ല സ്റ്റീപ്പ് കയറ്റം കേട്ടാ. നമുക്ക് എൻ്റെ ഉപ്പാടകളൊക്കെ തുടങ്ങി. കുറേ കാലമായി ഇതേമാതിരിയുള്ള കയറ്റമൊക്കെ കയറിയിട്ട്. എൻ്റെ അമ്മേ, വാട്ടർഫോൾസിൻ്റെ ഓപ്പോസിറ്റുള്ള വ്യൂ ഉണ്ടോ? അവിടെയാണ് റോഡ്. ഇവിടെ വണ്ടി ഇറക്കണണ്ട. ഇനിയും കയറാനുണ്ട്. എങ്ങനെ കയറുമെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. ഗൈസ്, കിതച്ചു, എനിക്ക് സംസാരിക്കാൻ പറ്റാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇനിയും കയറി പോകാൻ പറ്റും മുകളിലോട്ട്. എന്നാലും ഞാൻ കയറണല്ല.
അങ്ങനെ ഗൈസ് ഞാനിത് തൊട്ട് താഴെ വരെ എത്തി. വാട്ടർഫോൾസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ. ഓ വെള്ളത്തുള്ളികൾ മേത്തോട്ട് വീഴണ്ടേ. ആ ഗൈസ് കണ്ടോ, ഇത് വേണ്ട കിടു, ഒന്നും പറയാനില്ല ഗൈസ്. അടിപൊളി കഥച്ചേ പാറ്റുള്ള മനുഷ്യന്. അതാണ് റോഡ്, നമ്മുടെ വണ്ടി. അവിടെ വരെയും കയറാം, നോക്കട്ടെ കയറാൻ പറ്റുമെന്ന്. ഗൈസ് ഞാനപ്പാ ആ മുകളില ഞാൻ നിന്ന പോയിന്റാണത്. പിന്നെ മുകളിലേക്ക് എത്തി. ആവൂ കിടുവ്. അറിയുമല്ലേ സെറ്റ്. ഇപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങാൻ പോകണേ. ഒറ്റയ്ക്കാ പറ്റണല്ല. ഇറക്കം കണ്ട ഇത് മുഴുവനാണെങ്കിൽ കയറിയപ്പോൾ ആലോചിച്ചത് ഇറങ്ങേണ്ടി വരുമോ. എന്നാലും വരാൻ വന്നിട്ട് കയറാണ്ട് പോയാൽ എങ്ങനെയാണ്, അതുകൊണ്ട് കയറിയതാ. ശ്വാസം കിട്ടല്ല. അപ്പോൾ അവിടെ താഴെ എത്തിയിട്ട് വീഡിയോൻ്റെ ബാക്കിയിടാം കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ താഴെ എത്തി. ഇനിയിപ്പോൾ അടുത്ത മറ്റേ വ്യൂ പോയിന്റിൽ എത്തിയിട്ട് അവിടുത്തെ വീഡിയോ ഇടാം. ശരിക്കും ഗൈസ് ഞാൻ ആവശ്യത ഇപ്പോൾ ഇടയ്ക്ക് ഇറങ്ങിയപ്പോഴേക്കും 1.5 കയറ്റം ആൾക്കാണ്. അപ്പോൾ അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. അതുവരേക്കും ബൈ ബൈ.